ഗൾഫ് മേഖലയിലെ സങ്കീർണമായ നയതന്ത്ര സമവാക്യങ്ങളെ പാടെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു അപ്രതീക്ഷിത സുരക്ഷാ നീക്കത്തിനാണ് മധ്യപൂർവേഷ്യ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. തങ്ങളുടെ രാജ്യത്തുള്ള സൈനിക താവളത്തിന് നേരെ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന്റെ ഞെട്ടൽ മാറും മുൻപെയാണ് ഖത്തറും ഇറാനും തമ്മിലുള്ള പുതിയ സൈനിക സുരക്ഷാ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത പ്രകോപനങ്ങൾക്ക് ശേഷവും ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രാലയങ്ങൾ സംയുക്ത സുരക്ഷാ സഹകരണത്തിന് തയ്യാറാകുന്നത് മിഡിൽ ഈസ്റ്റിലെ പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. അടുത്തിടെ ദോഹയിലെ നിയന്ത്രിത അൽ ഉദൈദ് വ്യോമതാവളത്തിന് നേരെ ഇറാൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകൾ മേഖലയെ വലിയൊരു യുദ്ധത്തിന്റെ മുനമ്പിലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ ഈ കടുത്ത ഭീഷണിയെ അതിജീവിച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നയതന്ത്ര ചർച്ചകളുടെ മേശപ്പുറത്തേക്ക് ഇരു രാജ്യങ്ങളും തിരിച്ചെത്തിയത് അന്താരാഷ്ട്ര നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഖത്തർ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് സൗദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഥാനിയും ഇറാന്റെ ആക്ടിംഗ് പ്രതിരോധ മന്ത്രി മജിദ് ഇബൻ റസയും തമ്മിൽ നടത്തിയ അർദ്ധരാത്രിയിലെ ഫോൺ സംഭാഷണമാണ് ഈ പുതിയ നീക്കങ്ങൾക്ക് പിന്നിലെ പ്രധാന ചാലകശക്തി. മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങളും സുരക്ഷാ ഏകോപനങ്ങളും അവലോകനം ചെയ്യുന്നതിനാണ് ഇരു നേതാക്കളും ഈ നിർണായകമായ ചർച്ച സംഘടിപ്പിച്ചത്. സമീപകാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന നേരിട്ടുള്ള യുദ്ധത്തിന് വിരാമമിട്ട സ്വിസ് മധ്യസ്ഥതയിലുള്ള ധാരണാപത്രം അമേരിക്ക വ്യവസ്ഥാപിതമായി ലംഘിക്കുകയാണെന്ന് ഇറാൻ ഈ ചർച്ചയിൽ ആരോപിച്ചതായാണ് വിവരം. താൽക്കാലികമായി യുദ്ധം നിർത്താൻ കാരണമായ കരാറിലെ വ്യവസ്ഥകൾ വാഷിംഗ്ടൺ ലംഘിക്കുന്നു എന്ന ഇറാന്റെ ആരോപണം മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചകൾ അവരുടെ പരമ്പരാഗതമായ വിദേശ നയത്തിന്റെ ഭാഗമാണ്. തങ്ങളുടെ മണ്ണിലെ താവളത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയപ്പോഴും ആ യുദ്ധകാലത്ത് ഇറാന്റെ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഖത്തറി സൈന്യത്തിന് വെടിവെച്ച് വീഴ്ത്തേണ്ടി വന്നിട്ട് പോലും ഇറാനുമായുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ അവർ തയ്യാറായിട്ടില്ല. ശത്രുത നിലനിൽക്കുമ്പോഴും ചർച്ചകളുടെ വാതിൽ തുറന്നിടുക എന്ന ഖത്തറിന്റെ തന്ത്രപരമായ നിലപാടാണ് ഇവിടെ വീണ്ടും പ്രകടമാകുന്നത്. മേഖലയിലെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖത്തർ ഈ ബാലൻസിംഗ് ആക്ട് അഥവാ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിക്കുന്നത്. ഒരു വശത്ത് തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന അമേരിക്കയുമായുള്ള ശക്തമായ പങ്കാളിത്തവും മറുവശത്ത് ശക്തനായ അയൽരാജ്യമായ ഇറാനുമായുള്ള നയതന്ത്ര ബന്ധവും ഒരേപോലെ കൊണ്ടുപോകാൻ ഖത്തർ നിർബന്ധിതരാണ്. ഈ ഇരട്ടത്താപ്പ് നയം ഗൾഫ് മേഖലയിലെ വലിയൊരു തകർച്ചയെ പലപ്പോഴും ഒഴിവാക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നതാണ് ചരിത്രം. അൽ ഉദൈദ് വ്യോമതാവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ സാന്നിധ്യത്തിന് നേരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായിരുന്നു. പെന്റഗൺ ഈ ആക്രമണത്തെ അതീവ ഗൗരവത്തോടെയാണ് കണ്ടതെങ്കിലും അതിനുശേഷം ഖത്തർ ഇറാനുമായി കൈകോർക്കാൻ ശ്രമിക്കുന്നത് വാഷിംഗ്ടണിൽ വലിയ അസ്വസ്ഥതകൾക്ക് കാരണമായിട്ടുണ്ടാകാം. അമേരിക്കയുമായുള്ള സുരക്ഷാ കരാറുകൾ നിലനിൽക്കെ തന്നെ ഇറാന്റെ സുരക്ഷാ ചുമതലയുള്ളവരുമായി ഖത്തർ ചർച്ച നടത്തുന്നത് തന്ത്രപരമായ ഒരു വലിയ ചൂതാട്ടമാണ്. ഇറാന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അമേരിക്കയെ പ്രതിരോധത്തിലാക്കാൻ ഖത്തറുമായുള്ള ഈ ചർച്ചകൾ അവർക്ക് അത്യാവശ്യമാണ്. സ്വിസ് ധാരണാപത്രത്തിന്റെ ലംഘനം ചൂണ്ടിക്കാട്ടി തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനും ഗൾഫ് മേഖലയിൽ തങ്ങളെ പൂർണ്ണമായി ഒറ്റപ്പെടുത്താൻ അമേരിക്കയ്ക്ക് സാധിക്കില്ലെന്ന് തെളിയിക്കാനും ഇറാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഖത്തറിനെ പോലെയുള്ള ഒരു സുപ്രധാന ഗൾഫ് രാജ്യത്തെ തങ്ങളുടെ പക്ഷത്തേക്ക് അടുപ്പിക്കാൻ കഴിയുന്നത് ഇറാന് വലിയ നയതന്ത്ര വിജയമാണ് നൽകുന്നത്. ഖത്തറും ഇറാനും തമ്മിലുള്ള ഈ അർദ്ധരാത്രിയിലെ ഫോൺ സംഭാഷണം വെറും ഒരു സാധാരണ നയതന്ത്ര ചർച്ചയല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാണ്. മേഖലയിലെ രണ്ട് വലിയ ശക്തികൾ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിൽ ഖത്തർ വഹിക്കുന്ന പങ്ക് അവർക്ക് രാജ്യാന്തര തലത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. യുദ്ധത്തിന്റെ കനലുകൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇത്തരം ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സമീപകാലത്തെ വ്യോമാക്രമണങ്ങളിൽ ഖത്തർ ഇറാന്റെ സൈനിക ശേഷിയെ നേരിട്ടത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വലിയൊരു വിടവ് സൃഷ്ടിക്കേണ്ടതായിരുന്നു. സാധാരണയായി ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടാൽ അത് നയതന്ത്ര ബന്ധങ്ങൾ പൂർണ്ണമായി തകരുന്നതിലേക്കാണ് നയിക്കാറുള്ളത്. എന്നാൽ ഇവിടെ ആ പരമ്പരാഗത രീതികളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സുരക്ഷാ സഹകരണത്തിന് മുതിരുന്നത്. അമേരിക്കൻ വിരുദ്ധ വികാരം ശക്തമായ ഇറാൻ ഭരണകൂടം അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷികളിൽ ഒന്നായ ഖത്തറുമായി ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് അവരുടെ തന്ത്രപരമായ വഴക്കത്തെ കാണിക്കുന്നു. യുഎസിന്റെ ഉപരോധങ്ങളെയും സൈനിക നീക്കങ്ങളെയും ചെറുക്കാൻ പ്രാദേശികമായ കൂട്ടായ്മകൾ ആവശ്യമാണെന്ന് ഇറാൻ തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഖത്തറിന്റെ ഉപപ്രധാനമന്ത്രിയുമായുള്ള ഈ സുരക്ഷാ അവലോകനം. സ്വിസ് മധ്യസ്ഥതയിൽ രൂപീകരിച്ച ധാരണാപത്രം ലംഘിക്കപ്പെട്ടു എന്ന ഇറാന്റെ ആരോപണം അമേരിക്ക പൂർണ്ണമായും നിഷേധിക്കാനാണ് സാധ്യത. എങ്കിലും ഈ കരാറിന്റെ പരാജയം മേഖലയിൽ വീണ്ടും ഒരു സായുധ പോരാട്ടത്തിന് കാരണമാകുമോ എന്ന ആശങ്ക ശക്തമാണ്.
ആ ആശങ്ക തന്നെയാണ് ഖത്തറിനെ എത്രയും വേഗം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള സുരക്ഷാ ഉറപ്പുകൾ നേടിയെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. അൽ ഉദൈദ് താവളത്തിന്റെ സുരക്ഷ ഖത്തറിനും അമേരിക്കയ്ക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. മധ്യപൂർവേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ ഒന്നായ ഇവിടെ നടക്കുന്ന ഏതാക്രമണവും ആഗോളതലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇനിയൊരു മിസൈൽ ആക്രമണം ആ താവളത്തിന് നേരെ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ കൂടിയാണ് ഖത്തറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ ചർച്ചകൾ. ഈ പുതിയ സുരക്ഷാ സഹകരണ പ്രഖ്യാപനം ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിലെ മറ്റ് അംഗരാജ്യങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങൾ ഖത്തറിന്റെ ഈ പുതിയ നീക്കത്തെ എങ്ങനെ വീക്ഷിക്കുമെന്നത് നിർണായകമാണ്. മേഖലയിലെ സമാധാനത്തിന് ഇത്തരം ചർച്ചകൾ ആവശ്യമാണെന്ന് ഒരു വിഭാഗം കരുതുമ്പോൾ ഇത് ഇറാന്റെ അധിനിവേശ താല്പര്യങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുമെന്ന് മറ്റൊരു വിഭാഗം ഭയപ്പെടുന്നു. യുദ്ധവിമാനങ്ങൾ തകർത്തതിലൂടെയും ഡ്രോണുകൾ തടഞ്ഞതിലൂടെയും തങ്ങളുടെ ആത്മരക്ഷയ്ക്കുള്ള അവകാശം ഖത്തർ തെളിയിച്ചിരിക്കുന്നു. എന്നാൽ അതിനുശേഷമുള്ള ഈ നയതന്ത്രപരമായ നീക്കം കാണിക്കുന്നത് സൈനിക ശക്തിയേക്കാൾ നയതന്ത്രത്തിനാണ് ഖത്തർ മുൻഗണന നൽകുന്നത് എന്നാണ്. ഈ നിലപാട് ഗൾഫ് മേഖലയിലെ വലിയൊരു യുദ്ധ സാധ്യതയെ താൽക്കാലികമായെങ്കിലും അകറ്റി നിർത്താൻ സഹായിച്ചേക്കാം. ഇറാനും ഖത്തറും തമ്മിലുള്ള ഈ ഉയർന്ന തലത്തിലുള്ള സുരക്ഷാ ഏകോപനം മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ കാലാവസ്ഥ പ്രവചനാതീതമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. ശത്രുക്കളും മിത്രങ്ങളും തമ്മിൽ അതിർവരമ്പുകൾ വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഖത്തറിന്റെ ഈ സന്തുലിത നയം എത്രത്തോളം വിജയിക്കുമെന്ന് വരും ദിവസങ്ങളിലെ സംഭവവികാസങ്ങൾ മാത്രമേ വ്യക്തമാക്കൂ. എന്തായാലും ഈ പുതിയ നയതന്ത്ര നീക്കം മേഖലയിലെ വൻ ശക്തികളുടെ സമവാക്യങ്ങളെ പുനർനിർണയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.